ഒരു ഇത്ര പോകുന്ന നനക്കിഴങ്ങും ഒരു ചെറിയ നനക്കിഴങ്ങും പുഴുങ്ങിയെടുക്കുക കേട്ടോ. നമ്മൾ ആവിയുമ്പോൾ വെച്ചിട്ടാണ് പുഴുങ്ങിയെടുക്കണേ. കുക്കറിൽ ഒന്ന് പുഴുങ്ങിയെടുക്കുക ആദ്യം തന്നെ. നല്ല പുഴുങ്ങിയതാണ് കേട്ടോ, നന്നായി പുഴുങ്ങിയിട്ടുണ്ട്. അത് കൈ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉടച്ച് കൊടുക്കാം. അല്ല പൂ പോലെ പുഴുങ്ങി വെന്തിട്ടുള്ളതാണ്. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് നനക്കിഴങ്ങില്ലേ, ഇതേ നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം വെള്ളത്തിൽ കട്ടയില്ലാതെ ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക, അരിച്ചെടുക്കുക എന്താണെന്ന് വെച്ചാൽ വല്ല ഇങ്ങനെ വേര് പോലെയുള്ളത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു കട്ടിയുള്ള പാത്രത്തിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുക. ബട്ടർ ആയാലും മതി. ഇതിലേക്ക് ഒരു നുള്ള് ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. മുരിയട്ടെ. ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ജീരകം. അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, 2-3 കാന്താരിയും ചെറുതായി അരിഞ്ഞിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒന്ന് ബ്രൗൺ കളർ ആവണം വരെ വെയിറ്റ് ചെയ്യാം. ഇതാണ് കേട്ടോ നമ്മുടെ നനക്കിഴങ്ങ്. അത് നേരത്തെ കുക്കറിൽ പുഴുങ്ങിയിട്ട് നന്നായി ഉടച്ച് വെള്ളത്തിലാക്കി വെച്ചേക്കാം. വെള്ളത്തിൽ ഇങ്ങനെ കലക്കി വെച്ചേക്കാം കേട്ടോ. ഇതിൻ്റെ ആ ഞാരൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞു. വേര് പോലെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞു ഒന്ന് അരിച്ച് വെച്ചേക്കാണ്. നന്നായി ഒന്ന് മുരിഞ്ഞ് വെച്ചേക്കാം. നന്നായി മുരിഞ്ഞ് വന്നിട്ട് ഇതിലേക്ക് സോയാ സോസും ചില്ലി സോസും ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ നനക്കിഴങ്ങിൻ്റെ ജ്യൂസില്ലേ, കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. നമ്മൾ ഈ സോസൊക്കെ ഒഴിക്കണ കാരണേ നമ്മുടെ ഉപ്പ് ലാസ്റ്റ് ഇട്ടാൽ മതി. നന്നായിട്ടൊന്ന് ഇനി മിക്സാക്കി കൊടുക്കാം. തിളച്ച് വരട്ടെ, വെയിറ്റ് ചെയ്യാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി കുറച്ച് നമുക്ക് കുരുമുളക് പൊടിയും കൂടി ചേർക്കാവേ. കുറച്ച് കുരുമുളക് പൊടി 2 ഇങ്ങനത്തെ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്, അതും കൂടി ചെയ്യാം. ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 2 സ്പൂൺ പാലൊഴിക്കാനിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ജീരകത്തിൻ്റെ പൊടി ലാസ്റ്റ് ചേർക്കാം. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച നമ്മുടെ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇങ്ങനെ നൂല് പരുവത്തിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായി തിളയ്ക്കണേ. എല്ലാം ഇട്ട് കൊടുത്തു, ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ഇനി മിക്സ് ചെയ്യാം. നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഡിന്നറിന് സൂപ്പാണ്.